ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ സാധാരണ ഉണ്ടാക്കുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചും അത് തിരുത്തി യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ കറക്റ്റായിട്ട് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുമാണ്. അപ്പൊ ഇതെല്ലാവരും നന്നായി സ്കിപ്പ് ചെയ്യാതെ കേട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഒരുങ്ങുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഈ സാലഡ് ആരാണ് ഉണ്ടാക്കിയത്? ഈ സാലഡ് ആരാണ് ഉണ്ടാക്കിയത്? അത് കുക്ക് ചെയ്തത് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ഹൂ കുക്ക്ഡ് ദിസ് സാലഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ശരിയായിട്ടുള്ള പ്രയോഗം ഇതാണ്, ഹൂ മെയ്ഡ് ദിസ് സാലഡ്. ഹൂ മെയ്ഡ് ദിസ് സാലഡ്. അപ്പൊ കുക്ക്ഡ് എന്നുള്ളതിന് പകരം മെയ്ഡ് എന്നുള്ള ഒരു പ്രയോഗമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം സാലഡ് ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്യാറില്ല, അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു പ്രയോഗമാണ് വെയിലത്ത് പോകരുത് എന്ന് പറയുന്ന ഒരു പ്രയോഗം. അപ്പൊ ഡോണ്ട് ഗോ ഇൻ ദ സൺ എന്ന ഒരു പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് തെറ്റായ ഒരു പ്രയോഗമാണ്. ഡോണ്ട് ഗോ ഇൻ ദ സൺ എന്നതിന് പകരം ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ സൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരു ഗോ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഔട്ട് കൂടി ചേർക്കണം. ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ സൺ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം. അടുത്തൊരു സെന്റൻസ് ആണ്, ഞാനും നീയും അവനും ഇത് ചെയ്യും. ഞാനും നീയും അവനും ഇത് ചെയ്യും. ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ്, I, you and he will do it. I, you and he will do it. പക്ഷേ ഇത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. കറക്റ്റ് പ്രയോഗം ഇതാണ്, you, he and I will do it. You, he and I will do it. ഏറ്റവും ആദ്യം സെക്കൻഡ് പേഴ്സൺ, അത് കഴിഞ്ഞിട്ട് തേർഡ് പേഴ്സൺ, അതിനുശേഷമാണ് ഫസ്റ്റ് പേഴ്സൺ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അവൻ ഒരു നല്ല കുക്കാണ് അല്ലെ, അവനൊരു നല്ല പാചകക്കാരനാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ സാധാരണഗതിയിൽ ഹി ഈസ് എ ഗുഡ് കുക്കർ എന്ന് പറയും. ചിലര് പറയാറുണ്ട് ഹി ഈസ് എ ഗുഡ് കുക്കർ. പക്ഷെ ഇത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. ഹി ഈസ് എ ഗുഡ് കുക്ക്. ഹി ഈസ് എ ഗുഡ് കുക്ക്. അതാണ്, അവനൊരു നല്ല പാചകക്കാരനാണ് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കുക്ക് എന്നാണ്. ഗുഡ് കുക്ക്. കുക്കർ എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ്. അപ്പൊ അത് മാറ്റണം. ഹി ഈസ് എ ഗുഡ് കുക്ക് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നീ എന്താണ് ഇവിടെ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. നീ എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കൂലേ. അപ്പൊ അതിന് ചിലർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഓൺ വാട്ട് യു ആർ ഹിയർ. ഓൺ വാട്ട് യു ആർ ഹിയർ. പക്ഷേ ഇത് റോങ് ആയിട്ടുള്ള പ്രയോഗമാണ്. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വാട്ട് ആർ യു ഹിയർ ഫോർ. വാട്ട് ആർ യു ഹിയർ ഫോർ. അപ്പോൾ ഇനി തിരുത്തി ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നീ എന്തിനാണ് ഇവിടെ എന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് വാട്ട് ആർ യു ഹിയർ ഫോർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവൾ കുറച്ച് വേഗത്തിൽ പോയി. അവൾ കുറച്ച് വേഗത്തിൽ പോയി എന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഷീ ലെഫ്റ്റ് എ ബിറ്റ് ഇൻ എ ഹറി. ഷീ ലെഫ്റ്റ്, അവൾ പോയി അല്ലെ, എ ബിറ്റ് ലേശം, അല്പം, ഇൻ എ ഹറി വേഗത്തിൽ. അപ്പൊ അവള് കുറച്ച് വേഗത്തിൽ പോയി എന്നതിന് ഷീ ലെഫ്റ്റ് എ ബിറ്റ് ഇൻ എ ഹറി എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അതിന് പകരമായിട്ട് നമ്മൾ പറയേണ്ടത് ഷീ ലെഫ്റ്റ് ഇൻ എ ബിറ്റ് ഓഫ് ഹറി. ഷീ ലെഫ്റ്റ് ഇൻ എ ബിറ്റ് ഓഫ് ഹറി. അവള് കുറച്ച് വേഗത്തിൽ പോയി എന്നതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം ഷീ ലെഫ്റ്റ് ഇൻ എ ബിറ്റ് ഓഫ് ഹറി എന്നാണ്. നിനക്ക് കുറച്ചുകൂടി പരിശ്രമിക്കാൻ കഴിയും. നിനക്ക് കുറച്ചുകൂടി പരിശ്രമിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു സെന്റൻസ് സാധാരണഗതിയിൽ ഉപയോഗിച്ച് കാണുന്നത് ഇങ്ങനെയാണ്, യു ക്യാൻ ട്രൈ ഇറ്റ് മോർ. യു ക്യാൻ ട്രൈ ഇറ്റ് മോർ. അപ്പൊ നോക്കണം, ഇത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോഴേക്കും ഇങ്ങനെയാണ് പറയേണ്ടത്, യു ക്യാൻ ട്രൈ ഫോർ എ ഫ്യൂ ടൈംസ്. യു ക്യാൻ ട്രൈ ഫോർ എ ഫ്യൂ ടൈംസ്. നിനക്ക്
കുറച്ച് തവണ കൂടി, കുറച്ചുകൂടി പരിശ്രമിക്കാൻ കഴിയും എന്നതിന് നമ്മൾ പറയേണ്ടത് യു ക്യാൻ ട്രൈ ഫോർ എ ഫ്യൂ ടൈംസ് എന്നാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ തെറ്റ്. അടുത്ത പ്രാവശ്യം പറയുമ്പോഴേക്കും കുറെ കൂടി ഭംഗിയാക്കി പറയാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് അടുത്ത സെന്റൻസുകൾ നോക്കാം. അടുത്തത് നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലേ? നീക്കില്ലേ നമ്മള്, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയിൽ ഏറ്റവും അവസാനം അല്ലേ എന്ന് ചോദിക്കുന്ന ആ രീതിക്കാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, യു ലൈക്ക് ഐസ്ക്രീം ഇസന്റ് ഇറ്റ്? യു ലൈക്ക് ഐസ്ക്രീം ഇസന്റ് ഇറ്റ് എന്ന് ചോദിക്കും. പക്ഷേ അത് തെറ്റായ ഒരു രീതിയാണ്. കറക്റ്റ് ആയിട്ടുള്ള രീതി ഇങ്ങനെയാണ്, യു ലൈക്ക് ഐസ്ക്രീം ഡോണ്ട് യു? യു ലൈക്ക് ഐസ്ക്രീം ഡോണ്ട് യു? ഇതാണ് നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലേ എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി. ഈ ഒരു ജോലിയൊക്കെ കിട്ടുമ്പോഴേക്കും എല്ലാവരുടെ ആഗ്രഹം എന്താണ്? നല്ല പൈസ കിട്ടണം അല്ലെ, നല്ല ജോലി കിട്ടണം, നല്ല സാലറി കിട്ടണം എന്നൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോ നമ്മളിങ്ങനെ നല്ല സാലറി കിട്ടുന്ന ജോലിയാണോ? അപ്പൊ ഇതൊരു തരക്കേടില്ലാത്ത പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന ഒരു ജോലിയാണ്, ഒരു നല്ല പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോബ് ആണ് എന്ന് പറയുന്നതിന് നമ്മൾ പറയും ഇറ്റ്സ് എ ഹൈ പേ ജോബ് എന്നൊക്കെ പറയും അല്ലെ, ഇറ്റ്സ് എ ഹൈ പേ ജോബ്. പക്ഷേ ഹൈ പേ എന്നുള്ള ആ പ്രയോഗം ഈ സെന്റൻസിൽ കറക്റ്റ് ആയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ പേ എന്നല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത് ഇറ്റ്സ് എ ഹൈ പേയിങ് ജോബ് എന്നാണ്. ഇറ്റ്സ് എ ഹൈ പേയിങ് ജോബ്. ഹൈ പേ എന്നതിന് പകരമായിട്ട് നമ്മൾ ഹൈ പേയിങ് ജോബ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോ ഒരു വിവാഹാലോചനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെക്കനെ കാണാൻ എങ്ങനെയാന്നൊക്കെ ചോദിക്കുമല്ലേ. അപ്പൊ അവൻ എങ്ങനെ കാണാനായിട്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഹൗ ഡസ് ഹി ലൈക്ക്, ഹൗ ഡസ് ഹി ലൈക്ക് എന്നുള്ളൊരു പ്രയോഗം ചിലര് പ്രയോഗിച്ച് കാണാറുണ്ട്. പക്ഷേ അവനെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതിന് ഈ പ്രയോഗം തെറ്റാണ്. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്. വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, അവനെ കാണാനായിട്ട് എങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഇംഗ്ലീഷിലെ കോമൺ മിസ്റ്റേക്സ് കുറച്ച് ഒരു 10 മനസ്സിലാക്കി വരികയായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാം ഈ കോമൺ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗവും നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ടോപ്പിക്സ് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ കമന്റ്സ് ആയിട്ട് ഇടുക. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.